ഹായ് സോ ഞങ്ങള് ഇന്ന് പ്രീ മാച്ച് വീഡിയോ about Kerala Blasters versus Delhi Dynamos. Sorry. അല്ല അത് കഴിഞ്ഞു പോയി. സോറി. This is Kerala Blasters versus Mumbai FC. Mumbai FC ആയിട്ടുള്ള മാച്ചിന്റെ അതെ നാളെയാണ് മുംബൈ എഫ്സിയുടെ മാച്ച്. സോ അതിനു മുമ്പുള്ള പ്രീ മാച്ച് വീഡിയോ ആണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. ആൻഡ് റൂണി പറയൂ, എന്താ പറയുന്നത്? നമ്മളിപ്പം പുതിയതായിട്ട് ഒന്ന് ലൊക്കേഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ അല്ല, ഇച്ചിരി മാറിയതെന്ന് മാത്രമേ ഉള്ളൂ, വേറെ സ്കീമൊന്നും ഇല്ല. രാമോജി റാവു സ്റ്റുഡിയോയിലാണ് നിങ്ങൾ റെക്കോർഡിംഗ്. അങ്ങനെയൊന്നുമില്ല, ഇച്ചിരി മാറിയിരുന്നുള്ളൂ. ഓക്കെ, സോ നമ്മള് മുംബൈ എഫ് സി ആയിട്ടുള്ള മാച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ കേരളയുടെ ടീമിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് വലിയ വ്യത്യാസം വരുത്താനും തോന്നുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ കളിയിൽ നല്ല കളിയായിരുന്നു. പിന്നെ നമ്മുടെ ചോപ്രയുടെയും ഗോൾ സ്കോർ ചെയ്യാത്ത ആൾക്കാർക്ക് ഗോൾ സ്കോർ ചെയ്യാത്തതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറയണത്ര നിസ്സാര കാര്യമല്ലേ ഈ ഗോൾ സ്കോർ ചെയ്യാന്ന് പറഞ്ഞത്. കാരണം നമ്മളെ ഈ കളിക്കുന്നതിന് ഇപ്പൊ ഈ കരപ്പേരിൽ നിന്ന് ഈ പറയുമ്പോൾ കൈയടിക്കും, അടിക്കണ പൊളിക്കണം, എന്തോ അടിക്കാതെ എന്നൊക്കെ പറയുമ്പോൾ പരിപാടി കഴിഞ്ഞു, എല്ലാം പെട്ടെന്ന് പടാവുന്ന ഒരു പരിപാടി കഴിഞ്ഞു. പക്ഷെ അത് ആ കളിക്കളത്തിൽ ഇറങ്ങി ബോൾ കിട്ടി നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്ത് ഗോൾ അടിക്കണമല്ല. അത് നമ്മളെ പോലെ ശക്തർ അല്ലെങ്കിൽ തുല്യ ശക്തർ അല്ലാന്നുണ്ടെങ്കിൽ അതിലും ശക്തരായ ഓപ്പോസിറ്റ് ടീമിൻ്റെ ആൾക്കാർ വരുമ്പോഴത്തേക്കും അവരെ ഡ്രിബിൾ ചെയ്ത് അല്ലെങ്കിൽ ഫേക്ക് ചെയ്ത് പാസ് കൊടുത്ത് ഷൂട്ട് ചെയ്ത് ഗോൾ കയറുമ്പോഴും പാസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണ സമയത്തും കടമ്പ കഴിഞ്ഞിട്ടില്ല. ഗോൾ കീപ്പർ എന്നൊരു വലിയ മതിൽ അവിടെ നിൽക്കുന്നുണ്ട്. ആ ഗോൾ കീപ്പറിനെയും ഫേക്ക് ചെയ്ത് ഗോൾ അടിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കേസൊന്നുമല്ല. ഇപ്പൊ ഞാനൊരു ട്രോള് കണ്ടതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് പ്രശ്നമാണ് ഉള്ളത്. ഒന്ന്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് കൊള്ളില്ല. രണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ സ്കോർ ചെയ്യുന്നില്ല. നമ്മൾ ഇത്രയും 3 മാച്ചായിട്ട് നമ്മൾ ഗോൾ സ്കോർ ചെയ്തില്ല. അപ്പൊ അത് നമുക്ക് വിഷമിക്കാനുള്ള എന്തെങ്കിലും സംഭവമാണോ? അത് നമ്മൾ വിഷമിക്കാനുള്ള എന്തെങ്കിലും സംഭവമാണോ? അതെ, നമ്മള് മുംബൈ എഫ് സി ആയിട്ടുള്ള മാച്ചിൽ ഗോൾ സ്കോർ ചെയ്യോ? ഗോൾ സ്കോർ ചെയ്യാൻ നമുക്ക് ആളുണ്ടോ? എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ ഗോൾ സ്കോർ ചെയ്യുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ല, ബാക്കിയുള്ള ടീമൊക്കെ സ്കോർ ചെയ്യേണ്ടതല്ലോ. നമുക്കുള്ള പോലെ കടമ്പകൾ ബാക്കിയുള്ള ടീമിനും കടമ്പകളുണ്ട്. പക്ഷെ ബാക്കിയുള്ള ടീം സ്കോർ ചെയ്യുന്നു, നമ്മൾ സ്കോർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ബ്ലാസ്റ്റേഴ്സ് തികച്ചും മറ്റുള്ള ടീമുകളിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമാണ്. കാരണം നമ്മുടെ പ്ലേയേഴ്സിന്റെ ഇടയിൽ ലാംഗ്വേജ് പ്രോബ്ലം വരുന്നു നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോസിൽ പറയുന്നു. സോ അവരുടെ കെമിസ്ട്രി ഓൾമോസ്റ്റ് ഓൾദോ വർക്ക്ഔട്ട് ആയി എങ്കിലും അവർക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല ഗ്രൗണ്ടിൽ. ലൈക്ക് ജർമ്മന്റെ ടാക്ടിക്സും ജർമ്മന്റെ ആ ഒരു ഉദ്ദേശമൊന്നും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ജർമ്മൻ വലിയ ജർമ്മന്റെ ഐക്യവും ജർമ്മൻ വിചാരിക്കുന്നവർക്ക് ബോൾ എത്തിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ വ്യത്യസ്തമായിട്ട് നമ്മള് നന്നായിട്ട് പാസ് ചെയ്യുന്ന ജർമ്മൻ മാത്രം ഒരു വിങ്ങിലൂടെ മേ ബി ജർമ്മന് കൊടുത്തിരിക്കുന്ന ടാക്ടിക്സ്, കോച്ച് കൊടുത്തിരിക്കുന്ന ടാക്ടിക്സ് അതായിരിക്കും. ജർമ്മൻ ബോൾ വെച്ച് ഓടാനുള്ളതായിരിക്കും ടാക്ടിക്സ്, എന്താണെന്ന് അറിയുന്നില്ല. പക്ഷെ എനിക്ക് എന്താ സംഭവം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ എഫ് സി ആയിട്ടുള്ള മാച്ചിൽ ഗോൾ സ്കോർ ചെയ്യും. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ നമ്മള് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ ഫൈനൽ തേർഡിലുള്ള പ്ലേയില. ഫൈനൽ തേർഡിലുള്ള പ്ലേ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഗോൾ സ്കോർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ ഫൈനൽ തേർഡിലുള്ള പ്ലേ മെച്ചപ്പെടണം. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫൈനൽ തേർഡിലുള്ള പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡ്സ് തമ്മിലുള്ള പാസിങ്ങിന്റെ ടൈമിങ്, ഷൂട്ടിംഗ് എപ്പോൾ ഷൂട്ട് ചെയ്യണം, ഷൂട്ട് ഡിലേ ചെയ്യിപ്പിക്കണോ, അതേ ഷൂട്ട് വരുമ്പോൾ തന്നെ 1 ടൈം കൊടുക്കണോ എന്നുള്ള കാര്യമൊക്കെ ലൈക്ക് നമ്മുടെ ടീം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞൊരു വീക്കില്. സോ അത് നമ്മള് അതിൽ ഇംപ്രൂവ് ചെയ്യുന്ന തോന്നുന്നത്. ഓക്കെ, ഇനി ടീമിന് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത് രാജീവിന്? ആ ടീമിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റിനോ ആൻഡോ ഇതൊന്നും വന്നില്ലല്ലോ. ഇല്ല. എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മാറ്റം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോർമേഷൻ മാറ്റണം. കുറച്ചും കൂടി മീൻസ് നമുക്ക് 3 ഫോർവേഡ്സ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ലൈക്ക് 4 ഡിഫൻഡേഴ്സ്, 3 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്. 3 defensive midfielders? Yeah, 3 defensive midfielders, 2 midfielders and 1 4-3-2-1. Like 4 defense, 3. അപ്പോൾ നമുക്ക് മിഡ്ഫീൽഡിൽ കളിക്കാൻ ആളില്ലാണ്ട് പോവില്ലേ? മീൻസ് 3 ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 defenders, 2 defensive midfielders, 2 ഫ്ലാങ്കിലായിട്ട് അല്ല സെന്ററിൽ തന്നെ. സെന്ററിൽ അത് അപ്പോൾ സ്ട്രെച്ച് അങ്ങോട്ടും
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലെഫ്റ്റ് ഫ്ലാങ്കിൽ കളി വരുമ്പോഴത്തേക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ലെഫ്റ്റിലുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ ലെഫ്റ്റ് ഫ്ലാങ്കിൽ സഹായിക്കണം, മറ്റേ ഡിഫൻസീവ് മിഡ്ഫീൽഡർ സെന്ററിൽ തന്നെ നിൽക്കണം. അപ്പോൾ 1:2 വരും അല്ലേ? അങ്ങനെയല്ല, അപ്പൊ ടെക്നിക്കലി വരാൻ നേരത്തെ അവിടെ 4 ഡിഫൻസ് വരും. നമ്മള് ഡിഫെൻഡ് ചെയ്യാൻ നേരത്തെ ടെക്നിക്കലി 4 ഡിഫൻസീവ് പ്ലേയേഴ്സ് വരും. 3 ഡിഫൻസീവ് പ്ലെയർ നമുക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഫ്ലാങ്കിലേക്ക് ഇറങ്ങി വരാൻ നേരത്ത് അത് ടെക്നിക്കലി 4 ഡിഫൻസ് ആവും. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ബാക്കി 3 ഓൾറെഡി ഉള്ള ഡിഫൻഡർ, പിന്നെ ഒരു സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ അവിടെ ഉണ്ടാവും. ഇത് അറ്റാക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് കൂടുതൽ ഗുണം വരുന്നത്. കാരണം മേത്താബ് പാസിൽ കുറെ കഴിഞ്ഞ പ്രാവശ്യം പാസിൽ മേത്താബ് ഭയങ്കര ഡിസ്കംഫോർട്ടബിലിറ്റി കാണിച്ചപ്പോഴത്തേക്കും മേത്താബിന് സപ്പോർട്ടായിട്ട് ഒരു പ്ലെയർ വന്നത് മേത്താബിന് ഭയങ്കര ആശ്വാസമായിരിക്കും. മേത്താബ് ടീമിൽ നിന്ന് മാറ്റാൻ പറ്റാത്തൊരു ഘടകമായി പോയി. കാരണം നമുക്ക് വേറെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇന്ത്യൻ ആയിട്ടുള്ള ഒരാളില്ല. അപ്പം മാറ്റാൻ പറ്റാത്തൊരു ഘടകമായി പോയി. അപ്പൊ മേത്താബിന് സപ്പോർട്ട് കൂട്ടുക, മേത്താബിന് കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ളതാണ് ഇപ്പൊ കോച്ചിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ. ഞങ്ങളുടെ ഇവിടെ മഴ പെയ്യുകയാണ്, അപ്പൊ റൂണിന്റെ വണ്ടീനെ കുറിച്ച് ആലോചിക്കുക. വാട്ടെവർ, നമ്മുടെ കോച്ചിന് മേത്താബിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഇതുള്ളത്. അപ്പം ഒരു സെക്കൻഡറി ഡിഫൻസീവ് 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അപ്പൊ നമുക്ക് 3-2 എന്ന് പറയുന്ന നേരത്ത് നമുക്ക് 4 ഡിഫൻസ് ആയി. സാധാരണ അത് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ നേരത്ത് സാധാരണ നമ്മുടെ ഫോർമേഷനിലേക്ക് വരും. പക്ഷെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് വി വിൽ ഹാവ് 5 മിഡ്ഫീൽഡേഴ്സ്. 5 മിഡ്ഫീൽഡേഴ്സ് ഉണ്ടാവും, 2 ഫോർവേഡും ഉണ്ടാവും. അപ്പൊ അറ്റാക്കിങ്ങിൽ 7 പേരായിരിക്കും നമ്മുടെ ടീം പോണത്. ലൈക്ക് അവിടെ അറ്റാക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും അവിടെ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിഫൻസിലപ്പം എന്ത് ചെയ്യും? ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് അതിനാണ് പൊട്ടാണ്ടിരിക്കാനാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്. ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്ന് ഗെയിം കൺട്രോൾ ചെയ്യാൻ വേണ്ടി, മനസ്സിലായില്ലേ? സെൻട്രലിൽ നിന്ന് ഗെയിം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിറ്റുവേഷൻ. പക്ഷെ അപ്പൊ ഒരു പ്രശ്നം വരും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോച്ച് ഉദ്ദേശിക്കണ പോലെ ഫ്ലാങ്കിലൂടെയുള്ള അറ്റാക്ക് നടക്കില്ല. നമ്മൾ കോച്ച് ഉദ്ദേശിക്കുന്ന ഫ്ലാങ്സിലൂടെയുള്ള അറ്റാക്ക് വേണമെങ്കിൽ 4 ഡിഫൻസ് ആയിട്ട് തന്നെ പോകേണ്ടി വരും. അപ്പോഴല്ലേ ഒരു ഫ്ലാങ്കിൽ കൂടെ ഒരാൾക്ക് ഓടിക്കയറാൻ പറ്റുള്ളൂ, മറ്റേ ഫ്ലാങ്കിൽ കൂടെ മറ്റേ ഓടിക്കയറാനും പറ്റുള്ളൂ. മനസ്സിലായി? ഹോഴ്സ് ഷൂ ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് 2 ഫ്ലാങ്കിലൂടെ അറ്റാക്ക് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. മനസ്സിലായി? അത് 4 ഡിഫൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ മിക്കവാറും ഞങ്ങൾ പറയുന്ന ഇതൊന്നും അവിടെ കോച്ച് നടപ്പാക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഒരിക്കലും ചെയ്യില്ല. ഞങ്ങളൊരു പൊട്ടത്തരം മറന്നു കളഞ്ഞത്. അപ്പം ഫോർമേഷനിൽ മാറ്റം കോച്ച് ചെയ്യുവോ? പുള്ളിയുടെ ടാക്ടിക്സ് അനുസരിച്ച് ഫോർമേഷനിലുള്ള മാറ്റം കോച്ച് ചെയ്യുവോ? നാളത്തെ ഒരു ഗെയിം സ്കോർ ഇപ്പോൾ ഇൻ കേസ് ലൈക്ക് 0-0 ആയി എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ തീരാറാവാൻ നേരത്ത് ചിലപ്പോൾ ഫോർമേഷൻ മാറ്റിയേക്കാം. എന്നിട്ട് നമുക്ക് തോൽവിയാണ് അല്ലാന്നുണ്ടെങ്കിൽ സമനിലയാണ് നമുക്ക് നാളത്തെയും റിസൾട്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോച്ച് ഫോർമേഷൻ മാറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നാളത്തെ കളി എന്തായാലും കോച്ചിന്റെ ഇനി ടീമിലെ ഏതെങ്കിലും ഇൻഡിവിജ്വൽസിനെ മാറ്റണം എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് മാറ്റുന്നത് മീൻസ് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് നമ്മുടെ ഒരു വ്യൂവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ജിങ്കൻ ലെഫ്റ്റ് വിങ്ങിൽ മര്യാദയ്ക്ക് കളിക്കും, സോ കോച്ചിന് എന്തുകൊണ്ട് ജിങ്കനെ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിച്ചുകൂടാ എന്ന് ചോദിച്ചു. പക്ഷെ ജിങ്ങനെ ലെഫ്റ്റ് വിങ് കളിപ്പിച്ച് സെന്റർ കളിക്കാൻ ആളില്ലാത്ത അവസ്ഥയാവും. കാരണം ജിങ്ങൻ ഇപ്പൊ റൈറ്റ് ബാക്ക് കളിക്കാന്നുണ്ടെങ്കിൽ ജിങ്ങൻ ഓൾറെഡി 2-3 ഡ്യൂട്ടി നോക്കുന്നത്. ഫ്ലാങ്ക് വഴി അറ്റാക്കിൽ ജിങ്ങൻ പോകുന്നുണ്ട്, റൈറ്റ് വിങ് ബാക്ക് വേഴ്സ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, സെന്ററിലേക്ക് വരുന്നുണ്ട്. ഈ 3 വഴിയുന്നത് ഇത് തന്നെ നേരെ ജിങ്ങൻ ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ജിങ്ങൻ റൈറ്റ് സൈഡിൽ കാണിക്കുന്നതിന്റെ ഒരു 100 എഫേർട്ട്. അങ്ങനെയല്ല, അപ്പൊ ഇപ്പൊ ജിങ്കൻ ഇപ്പൊ സെൻട്രൽ ഡിഫൻഡർ ആയിട്ടുള്ള റോളാണ് കളിക്കുന്നത്. സെൻട്രൽ ഡിഫൻഡറിൽ വേറൊരു ഫോറിൻ പ്ലെയറിനെ ഇറക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അറ്റാക്കില് ഒരു ഫോറിൻ പ്ലെയർ ഇല്ലാണ്ടായി പോകും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരും. അല്ലെങ്കിൽ ഹോസൂനെ ഒഴിവാക്കേണ്ടി വരും. ഇപ്പൊ ഹോസു ഇസ് ഡൂയിങ് എ ഗുഡ് ജോബ് ഇൻ ഹോസു സ്റ്റാർട്ട് ചെയ്ത് തന്നെ കളി തുടങ്ങിയപ്പോൾ തന്നെ ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് തുടങ്ങിയത്. സോ ഹോസു ഇസ് ഡൂയിങ് എ ഗുഡ് ജോബ്. ഹോസുവിന് അവിടെ കളിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാം ഹോസുവിന്. സോ ഹോസു ഇസ് ഡൂയിങ് എ ഗുഡ് ജോബ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് വെറിയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഹോസു ലെഫ്റ്റ് ഫ്ലാങ്കിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ റൈറ്റ് ഫ്ലാങ്ക് മാത്രം നമുക്കൊരു ഇത്തിരി പ്രശ്നമുള്ളൂ. അത് റൊനാൾഡോ വരണം. ഹ്യൂസും റൊനാൾഡോയും വരാണ്ട് ആ റൈറ്റ് ബാക്ക് പൊസിഷൻ ജിങ്കനെ ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് മിഡ്ഫീൽഡിൽ ആരെങ്കിലും എടുത്തു മാറ്റേണ്ട കാര്യമുണ്ടോ? ചോപ്ര
നോ നോ No. മുഹമ്മദ് വന്ന പ്രായത്തൊരു കളി കളിച്ചപ്പോ ഗാലറിയിലിരുന്ന് ചോപ്രേനെ കുറെ പേരൊക്കെ ചീത്ത പറയണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും മനസ്സിലാത്തൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു നമ്മള് ഡൽഹി ഡൈനാമോസിന്റെ എതിരെ അങ്ങനെ കളിച്ചത് ചോപ്രയുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് കാരണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിലും കഷ്ടമായിട്ട് കളിച്ചേനെ. ഇപ്പൊ പ്രീവിയസ് സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോപ്രയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യെസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഈ സീസൺ ഞങ്ങൾ വരെ നല്ല കട്ടപ്പേര് പറഞ്ഞിട്ടുണ്ട്. ഈ സീസണിൽ ചോപ്ര നല്ല സൂപ്പർ പെർഫോമൻസ് ആണ്. പിന്നെ അറ്റാക്കില് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ട കാര്യമുണ്ടോ? ജർമ്മനെ മാറ്റണോ? കോച്ച് അതിനുള്ള സാഹസത്തിന് മുതിരുവോ ജർമ്മനെ മാറ്റാൻ? ജർമ്മൻ നല്ല പൊട്ടൻഷ്യൽ ഒരു കളിക്കാരനാണ്. അത് ജർമ്മന്റെ ഒരു ഗോൾ ജർമ്മൻ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ജർമ്മന്റെ കളി ആകെ മാറും. നിങ്ങള് നമ്മുടെ ടീമിനുള്ള ഇപ്പൊ പ്രശ്നം, നമ്മൾ ഒരു ഗോൾ സ്കോർ ചെയ്യണം. ഒരു ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ടീം ആകെ എലിവേറ്റഡ് ആവും. നമ്മൾ കളിക്കാൻ പോണ ഒരു വേറെ കളിയായിരിക്കും. സോ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ പ്രോബ്ലം വിത്ത് ദ ടീം റൈറ്റ് നൗ എക്സെപ്റ്റ് ഫോർ ഫൈനൽ തേർഡിലുള്ള ആ ഒരു ഗെയിമിനുള്ള ഒരു പ്രശ്നത്തില്. പിന്നെ മുംബൈയുടെ കഴിഞ്ഞ കളി കണ്ടായിരുന്നോ? കൊൽക്കത്തയായിട്ട് കൊൽക്കത്ത മുംബൈനെ തോപ്പിച്ചു. മുംബൈനെ തോപ്പിച്ചോ? അയ്യോ മറന്നുപോയല്ല. കൊൽക്കത്ത അവസാനത്തെ മിനിറ്റുകളിൽ ഡ്രോ ആയിരുന്നു. അയ്യോ അത് മറന്നുപോയില്ല, ഞാൻ എന്താ പെട്ടെന്ന് മറന്നുപോയത്. വാട്ടെവർ. കൊൽക്കത്ത അവസാനത്തെ മിനിറ്റുകളിൽ മുംബൈ ആദ്യം ഒരു സ്കോർ ചെയ്തു. അവരൊരു കൗണ്ടർ അറ്റാക്കിൽ മുംബൈ നന്നായിട്ട് ഒരു പ്ലെയറിന്റെ ഒരു ലോബ് ബോൾ വന്നു. ആ പ്ലെയർ ലോബ് ബോൾ സ്വീകരിച്ചു. ബോള് 3-4 ഡ്രിബിളിൽ കയറി പോയിട്ട് ലെഫ്റ്റിലേക്ക് എറിഞ്ഞു, ഒറ്റയടി അടിച്ചു, സ്കോർ ചെയ്തു. നല്ല ഇതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കൊൽക്കത്ത കളിക്കാൻ തുടങ്ങി. സെക്കൻഡ് ഹാഫില് കൊൽക്കത്ത മുംബൈനെ കൊന്നു. അത് മുംബൈക്ക് ഒരു റെഡ് കാർഡ് കിട്ടിയ ഒരാൾ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുംബൈ ആകെ പ്രശ്നമായി. കൊൽക്കത്ത ഒരു ഗെയിം തുടങ്ങിയിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊൽക്കത്തയുടെ ഡിഫൻസ് ഫ്ലാങ്കിലൂടെ വരാൻ നേരത്ത്, കൊൽക്കത്തയുടെ അല്ല മുംബൈയുടെ ഡിഫൻസ് ഫ്ലാങ്കിലൂടെ വരാൻ നേരത്ത് കൊൽക്കത്തയുടെ ഡിഫൻസ് എന്തൊക്കെയാ ഞാൻ പറയണേ, കൊൽക്കത്തയുടെ അറ്റാക്ക് ഫ്ലാങ്കിലൂടെ വരാൻ നേരത്ത് മുംബൈയുടെ ഡിഫൻസീവ് ലൈൻ അങ്ങ് നേരെ ഇറങ്ങിപ്പോവും. ഫോർവേഡ്സ്, കൊൽക്കത്തയുടെ ഫോർവേഡ്സ് റൺ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഫോർവേഡ്സ് ഫ്രീ ആണ്. അങ്ങനെയായിരുന്നു കൊൽക്കത്ത കളിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ ഗെയിമിനും വളരെ ഗുണകരമാണ്. കാരണം മുംബൈയുടെ ഡിഫെൻസീവ് ലൈൻ അങ്ങ് വെറുതെ ഇറങ്ങിപ്പോവാ, ബോൾ മാത്രം നോക്കി ഇറങ്ങിപ്പോവാ. ഈ റൺ ചെക്ക് ചെയ്ത് അവിടെ നിൽക്കുന്ന ഒറ്റ ഫോർവേഡിനെ അവർ ശ്രദ്ധിക്കണില്ല. ആ ഫോർവേഡ് മോസ്റ്റ് പ്രോബബ്ലി ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ കോച്ച് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാനുള്ള വളരെ ഒരു വലിയൊരു വിടവാണ് ആ മുംബൈയുടെ ഡിഫൻസാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫ്ലാങ്കിലൂടെയുള്ള ഗെയിമില് മുംബൈയുടെ ഡിഫൻസ് ഫ്ലാങ്കിലൂടെയുള്ള ഗെയിം പ്രൊട്ടക്ട് ചെയ്യാൻ വളരെയധികം കഷ്ടപ്പെടുന്ന ഉള്ള സീന് കാണാൻ പറ്റി. അപ്പം നമുക്കൊരു ചാൻസ് ഉണ്ട്. എക്സെപ്റ്റ് ഫോർ ദ ഫാക്ട് ഫൈനൽ തേർഡില് നമ്മുടെ പാസിംഗ് അടിപൊളിയാക്കണം. യെസ്. സോ പേടിക്കണ്ടോ, പിള്ളേർ റെഡി ആയിക്കോളും. അവർക്കും ലൈക്ക് തോറ്റു അല്ലെങ്കിൽ ഡ്രോ ആയി അടുത്തു എന്നാണ്, അവർക്ക് ജയിക്കണം എന്നുള്ള സ്കീമാണ്. അതെ. എന്തായാലും ഇപ്പൊ ജർമ്മനി ഇപ്പൊ ഇനി ഭാഷ മനസ്സിലായാലും ശരി, ഒരു ഊമത്തരം കാണിച്ച് കൈ കൊണ്ട് കാണിച്ച് അടിക്ക് എന്ത് പറഞ്ഞാലും ശരി. പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം ഇരിക്കാൻ പോകുന്നത് ഗാലറിയിലാണ്. സീറ്റിലിരുന്ന് മടുത്തു. കാരണം കളി കാണാൻ പറ്റും, ബട്ട് എങ്കിലും വെറുപ്പ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതെ, ഈ ബാക്കിയുള്ള ഫാൻസിന്റെ ഒക്കെ വെറുതെ ഉള്ള ഈ ഇരിപ്പും, നമ്മള് വെറുതെ തൊണ്ട പോയി ഒച്ചെടുത്ത് ബഹളെടുത്താൽ അവരൊക്കെ എന്തായി കാണിക്കുന്നത് എന്നും പറഞ്ഞ് നോക്കണം എന്നല്ലാണ്ട് ഒരു സപ്പോർട്ടും ഇല്ല. സോ ലൈക്ക് അതിലും ഭേദം ഞങ്ങൾ ഏറ്റവും മുകളിലുണ്ടാവും. ഏറ്റവും മുകളിൽ ആണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ ആഘോഷവും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ അവിടെ എന്തായാലും ഉണ്ടാവും. അതെ, ഞങ്ങള് അവിടെ പോയി എൻജോയ് ചെയ്യാൻ പോകാം. താഴ്ത്തിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ പൂർത്തി മുട്ടി. അവർക്ക് കളി എൻജോയ് ചെയ്യണം എന്നില്ല. സോ ഞങ്ങൾ മുകളില് വെസ്റ്റ് സ്റ്റാൻഡിൽ, അതായത് VIP-യുടെ തൊട്ട് മേളിലായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടാവും. ടെലികാസ്റ്റിങ്ങിന്റെ തൊട്ട് താഴെ. ബിക്കോസ് ദാറ്റ് ഈസ് എ സ്വീറ്റ് സ്പോട്ട് ഇൻ ദ സ്റ്റേഡിയം. കളി കാണുവാണെങ്കിൽ ഗാലറിയിൽ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കളി ഫുൾ നന്നായിട്ട് മനസ്സിലാവും. വേറെ എവിടെ ചെയറിലിരുന്നാലൊന്നും, ചെയറിലിരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് കാണാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത് മാത്രമല്ല, ആൾക്കാർ ഫ്രണ്ടിലേക്ക് ഇരിക്കണോ എന്നും പറഞ്ഞുകൊണ്ട് സമയം മുഴുവൻ പോകും. പിന്നെ നിങ്ങൾക്ക് ആ കളി ശരിക്കും ആ ആംഗിളിൽ നിന്ന് കാണണമെങ്കിൽ പെർഫെക്റ്റ് ആംഗിൾ എന്ന് പറയുന്ന ആ സ്പോട്ടാണ്. സോ ഇഫ് യു ആർ ഏർലി, go sit in that spot. That is the best spot ever. ചാരി ഒന്നും ഇരിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചാരി നമ്മൾ ഇരിക്കുന്നില്ല, ഫുൾ ടൈം നിപ്പായിരിക്കും. സോ നിങ്ങള് അവിടെ ഞങ്ങളെ കാണുവാണെങ്കിൽ come to us. We will do interview and stuff with you guys. So, until then,
ചാവ് ആൻഡ് കൗണ്ട് ഡൗൺ ഡേയ്സ്. ഓക്കെ, നാളെ 14-ാം തീയതി ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച്, അത് കഴിഞ്ഞിട്ട് 15-16-ാം തീയതി കേരള കോട്ട്സോൺ ബ്ലാസ്റ്റേറിയൻ ജിജിൻ ജോൺ ഒക്നിയൽ ആൻഡ് വിഷ്ണു പ്രസാദം കമ്മിങ് ബാക്ക് ഫ്രം പൂനെ. അവർക്ക് സെന്റ് ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവര് ഭയങ്കര സെന്റിമെന്റൽ അപ്രോച്ചിങ് ആയിരുന്നു. ജോലി മതിയൊക്കെ തിരിച്ചു വരിക, ആ സ്കീമായിരുന്നു. ജിജിൻ വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നൈക്കിയുടെ ബൂട്ടെല്ലാം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ജിജിൻ സോ ഇത് കണ്ടിട്ടെങ്കിലും ജിജിൻ ഒന്നുകൂടി പ്രചോദനമാവട്ടെ എന്ന് കരുതുന്നു. ഉണ്ണിക്കുട്ടൻ പിന്നെ പണ്ടേ സ്കീമാണ്. സോ വാട്ടെവർ ഇറ്റ് ഈസ്, നമുക്ക് നാളെ സ്റ്റേഡിയത്തിൽ വെച്ച് കാണാം. Till then, bye. See you. Ciao.